പാരൻസും ഒരു വട്ടമെങ്കിലും കടന്നു പോയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഈ ഡയപ്പർ റാഷ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡയപ്പർ റാഷ് എങ്ങനെയാണ് വരുന്നതെന്നും അത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ അത് വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നുമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഒരുപാട് പാരൻസിൻ്റെ ഒരു മിഥ്യാധാരണ എന്താണെന്ന് വെച്ചാൽ ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിച്ചാൽ മാത്രമാണ് ഈ ഡയപ്പർ റാഷ് വരുന്നതെന്നാണ്. കാരണം എപ്പോഴും എല്ലായ്പ്പോഴും ഡിസ്പോസിബിൾ ഡയപ്പറാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്നാണല്ലോ പറയാറ്. പക്ഷേ ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിച്ചാൽ മാത്രമല്ല, ക്ലോത്ത് ഡയപ്പർ ഉപയോഗിച്ചാലും അതുപോലെ ക്ലോത്ത്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും ഒക്കെ ഈ റാഷസ് വരാനുള്ള സാധ്യതയുണ്ട്. മെയിനായിട്ടും ഈ ഡയപ്പർ റാഷ് 4 ടൈപ്പിലാണ് വരുന്നത്. അതായത് കോണ്ടാക്ട് ഡയപ്പർ റാഷ്, അലർജി റാഷ്, അസിഡിറ്റി റാഷ്, അതുപോലെ തന്നെ ഈസ്റ്റ് ഇൻഫെക്ഷൻ. അപ്പോൾ ഈ കോണ്ടാക്ട് ഡയപ്പർ റാഷ് എന്ന് പറയുമ്പോൾ ഒരുപാട് നേരം വെറ്റ് ഡയപ്പറുമായിട്ടുള്ള കോണ്ടാക്ട് മൂലം ഉണ്ടാകുന്നതാണ് ഈ കോണ്ടാക്ട് ഡയപ്പർ റാഷ്. അത് വെറ്റ്നെസ് ഇരുന്നിട്ടാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ കൂടുതൽ നേരം ഈ ഡയപ്പറുമായിട്ടുള്ള കോണ്ടാക്ട് മൂലം സ്കിന്നിൽ. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അലർജി റാഷാണ്. അതായത് എല്ലാ കുട്ടികൾക്കും എല്ലാ ഐറ്റംസും പിടിച്ചെന്ന് വരില്ല. അതുപോലെ തന്നെ ഡ്രസ്സ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ ഡ്രസ് മെറ്റീരിയൽ ആണെങ്കിലും ഡയപ്പർ മെറ്റീരിയൽ ആണെങ്കിലും എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അത് സ്കിന്നിനെ ഇണങ്ങില്ല. അപ്പോൾ കുട്ടിക്ക് സ്യൂട്ടബിൾ ആവാത്ത ടൈപ്പ് ഡയപ്പറും ഡ്രസ്സും ഒക്കെ ആണെങ്കിൽ അതുമായിട്ടുള്ള കോണ്ടാക്ട് മൂലം കുട്ടിക്ക് അലർജീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുട്ടിക്ക് ഉപയോഗിക്കുന്ന ക്രീംസ് ആണെങ്കിലും വൈപ്സ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ അലർജി മൂലവും കുട്ടിക്ക് ഈ അലർജി റാഷസ് വരാറുണ്ട്. ഇനി മൂന്നാമത്തത് അസിഡിറ്റി റാഷസ് ആണ്. ഈ അസിഡിറ്റി റാഷസ് കൂടുതലായിട്ടും ബാക്ക് സൈഡിലാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. അതായത് കുട്ടികൾ കഴിക്കുന്ന ഫുഡിൻ്റെ അസിഡിറ്റി മൂലം കുട്ടികളുടെ പൂപ്പിൽ നിന്നാണ് ഈ റാഷസ് ഉണ്ടാവുക. അതായത് പൂപ്പ് അധികമായിട്ടിരുന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് മൂലം അതിൽ നിന്നുണ്ടാവുന്ന റാഷസ് ആണ് ഈ അസിഡിറ്റി റാഷസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് വെറ്റ്നെസ്സും അതുപോലെ തന്നെ ഹൈജീനിക് അല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഡയപ്പർ റാഷസിൻ്റെ ടൈപ്സ്. ഇനി ഡയപ്പർ റാഷസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ വെറ്റ്നെസ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോണ്ടാക്ട് ഡയപ്പർ റാഷ് ഉണ്ടാകുന്നത് ഇങ്ങനെ വെറ്റ്നെസ് ഇരിക്കുന്നത് കൊണ്ടാണ്. അതായത് കറക്റ്റ് സമയത്ത് കുട്ടിയുടെ ഡയപ്പർ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നനവ് അധിക നേരം കുട്ടിയുടെ ഡയപ്പർ ഏരിയയിൽ ഇരിക്കുകയും അതുവഴി റാഷസ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കൂടുതൽ കുട്ടികൾക്ക് ഈ വെറ്റ്നെസ് മൂലമാണ് ഡയപ്പർ റാഷസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 മുതൽ 3 മണിക്കൂർ മാക്സിമം അത്രയും സമയം മാത്രമാണ് കുട്ടിക്ക് ഒരു ഡയപ്പറോ അല്ലെങ്കിൽ ക്ലോത്ത് ഡയപ്പർ ആണെങ്കിലും ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ക്ലോത്ത്സ് ആണെങ്കിൽ അത് നനയുമ്പോൾ തന്നെ മാറ്റി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡയപ്പേഴ്സ് ഉപയോഗിക്കുമ്പോൾ മാക്സിമം 2-3 അവർ മാത്രം കുട്ടിയുടെ ശരീരത്തിൽ അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അധികമായിട്ട് പീ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡയപ്പർ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അതായത് ഡയപ്പർ നനഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നനവ് തട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് തൊട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഈ കോണ്ടാക്ട് ഡയപ്പർ റാഷ് തടയാനായിട്ട് ഒരുപാട് സഹായിക്കും. പിന്നെ രണ്ടാമത്തെ ടൈറ്റ്നെസ് ആണ്. അതായത് ടൈറ്റ് ആയിട്ടുള്ള ഡയപ്പർ ധരിപ്പിക്കുന്നത് കുട്ടികൾക്ക് ഡയപ്പർ റാഷ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂട്ടും. ഡയപ്പർ മാത്രമല്ല കേട്ടോ, ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിപ്പിക്കുന്നത് ഇതുപോലെ റാഷസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുട്ടിക്ക് ഡ്രസ്സ് ആണെങ്കിലും ഡയപ്പർ ആണെങ്കിലും ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സൈസിലാണെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഡയപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ വെയിറ്റ് അനുസരിച്ചൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ എന്താണെങ്കിലും കുട്ടിയുടെ വെയിറ്റ് നോക്കി മാത്രം ഈ ഡയപ്പേഴ്സ് ഒക്കെ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തത് പൗഡറിൻ്റെയും വൈപ്സിൻ്റെയും അതുപോലെ തന്നെ ഡിറ്റർജൻസിൻ്റെയും ഒക്കെ അലർജിയാണ്. ഇത് കൂടുതലായും സെൻസിറ്റീവ് സ്കിന്നുള്ള കുട്ടികൾക്കാണ് വരാറുള്ളത്. അതായത് അവർക്ക് അങ്ങനെ കെമിക്കൽ പ്രോഡക്ട്സ് ഒന്നും പിടിക്കില്ല. മാത്രമല്ല പൗഡർ ഡയപ്പർ ഏരിയയിൽ ഉപയോഗിക്കുന്നതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. കൂടുതലും ഡയപ്പർ റാഷ് ക്രീം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇതുപോലെ അലർജീസ് ഉണ്ടാകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരു മൈൽഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുന്നതാവും ഏറ്റവും നല്ലത്. കുട്ടിയുടെ ക്ലോത്തും അതുപോലെ ക്ലോത്ത് ഡയപ്പേഴ്സ് ഒക്കെ ആണെങ്കിലും വാഷ് ചെയ്യുമ്പോൾ ഈ മൈൽഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വൈപ്സ് ഉപയോഗിക്കുന്ന അലർജി ആണെങ്കിൽ വൈപ്സിന് പകരം നമുക്കൊരു കോട്ടൺ തുണി ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കോട്ടൺ ആണെങ്കിലും മതി. അപ്പോൾ തീരെ ചെറിയ കുട്ടിയാണെങ്കിൽ എപ്പോഴും പൂപ്പൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ പൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പഞ്ഞി കുറച്ച് വെള്ളത്തിൽ മുക്കി തുടച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. എപ്പോഴും വൈപ്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉപയോഗിച്ചാൽ തന്നെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള വൈപ്സ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൂപ്പൽ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കുട്ടിക്ക് ഉണ്ടാവുന്നത് ഹൈജീനിക് അല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെയാണ്. അപ്പോൾ കുട്ടിയെ എപ്പോഴും ഡ്രൈ ആയിട്ടും അതുപോലെ തന്നെ ഹൈജീനിക് ആയിട്ടും വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കുട്ടി പൂപ്പോ പീയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം തുണി കൊണ്ട് പയ്യെ ഒപ്പിയെടുക്കുക. തുടച്ചെടുക്കാതിരിക്കുകയാവും ഏറ്റവും നല്ലത്. തുടച്ചെടുക്കുമ്പോഴും റാഷസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ സെൻസിറ്റീവ് സ്കിന്നുള്ള കുട്ടികളാവുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ഒപ്പിയെടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം മാത്രം ഡയപ്പർ ധരിപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ സാധിക്കും. നമ്മൾ നനവോടുകൂടി ഡയപ്പറൊക്കെ ഇടുമ്പോൾ ഈസ്റ്റ് ഇൻഫെക്ഷനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഡയപ്പർ ഏരിയ ഉണങ്ങിയിട്ട് മാത്രം ഡയപ്പറോ ഡ്രസ്സോ ഒക്കെ ഇടിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ ഓരോ ഡയപ്പറും ഉപയോഗിച്ചിട്ടുള്ള ഇടവേളകളിൽ കുട്ടിക്ക് കുറച്ച് ന്യൂ ടൈം കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഓൾ ഡേ ഫുള്ളായിട്ട് കുട്ടിയെ ഡയപ്പറിൽ വെക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ കുട്ടിയെ ഡ്രസ്സൊന്നും ഇടിപ്പിക്കാതെ വിടുക, അതായത് ഡയപ്പർ ഏരിയ ഫ്രീ ആക്കി വിടുക. അങ്ങനെ ചെയ്യുന്നത് കുട്ടിക്ക് ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കും. അതായത് നല്ല എയറുമായിട്ടുള്ള കോൺടാക്ട് തട്ടുമ്പോൾ കുട്ടിക്ക് ഈ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അടുത്തത് ന്യൂ ഫുഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. അതായത് ന്യൂ ഫുഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് അത് ഗ്യാസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അസിഡിറ്റി കുട്ടിയുടെ പൂപ്പിലും ഉണ്ടാവും. അപ്പോൾ പൂപ്പൊക്കെ കറക്റ്റ് സമയത്ത് ചേഞ്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ പൂപ്പ് അവിടെ ഇരുന്നിട്ട് അസിഡിറ്റി റാഷസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് പുതിയതായിട്ട് കഴിക്കുന്ന ഫുഡിൽ അസിഡിറ്റി ഉണ്ടെങ്കിൽ ഈ പൂപ്പ് അവിടെ ഇരുന്നിട്ട് ആ ഭാഗം കുട്ടിക്ക് ഒരു പൊള്ളൽ ഉണ്ടാവുന്നത് പോലെ ആവാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ ചെറിയ കുരു പോലെയും ഈ അസിഡിറ്റി റാഷസ് കാണാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പൂപ്പൊക്കെ കറക്റ്റായിട്ട് മാറ്റി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് കുട്ടി പൂപ്പ് ചെയ്യണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പൂപ്പ് ചെയ്താൽ പിന്നെ 1 മിനിറ്റ് പോലും ആ ഡയപ്പർ വെച്ചുകൊണ്ടിരിക്കരുത്, അപ്പം തന്നെ ചേഞ്ച് ചെയ്യുക. ഇനി ഈ അസിഡിറ്റി റാഷസ് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം മൂലവും ഉണ്ടാവാറുണ്ട്. അതായത് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് കുട്ടി പൂപ്പ് ചെയ്യുമ്പോൾ ഈ അസിഡിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പൂപ്പിൽ. അപ്പോൾ ഈ സമയത്ത് ഈ അസിഡിറ്റി റാഷസ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. പൂപ്പ് ചെയ്താൽ തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യുക, ഡയപ്പർ ഏരിയ നന്നായിട്ട് ക്ലീൻ ആക്കി കൊടുക്കുക. ഇനി ഡയപ്പർ റാഷസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡയപ്പർ ഏരിയയിൽ ചുമപ്പ് കളറോ അല്ലെങ്കിൽ യെല്ലോയിഷ് കളറോ കാണുന്നതൊക്കെ ഡയപ്പർ റാഷസ് ആണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കളോ തടിപ്പോ ഒക്കെ കാണുന്നതും ഡയപ്പർ റാഷസിൻ്റെ സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ തൊലിയിൽ ഫ്ലൂയിഡ് ഫില്ലായിട്ടുള്ള പോലെ കാണുന്നതും അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവുന്നതൊക്കെ ഡയപ്പർ റാഷിൻ്റെ സിംറ്റംസ് ആണ്. ടൈറ്റ് ആയിട്ടുള്ള ഡയപ്പർ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതലും ഈ ഫ്ലൂയിഡ് ഫില്ലാവുന്നത് പോലെ കാണാറുള്ളത്. സിവിയർ ആയിട്ടുള്ള ഡയപ്പർ റാഷസിന് ബ്ലീഡിങ് ഉണ്ടാവാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും മൈൽഡ് ആയിട്ടുള്ള റാഷസ് ഉണ്ടാവുമ്പോഴേ ട്രീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ റാഷസ് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാനാകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും കുട്ടിയുടെ ഡയപ്പർ ഏരിയ ക്ലീൻ ആയിട്ടും ഹൈജീനിക് ആയിട്ടും വെക്കുക, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടും. അതായത് ഓരോ പീസിനും ഓരോ പൂപ്പിന് ശേഷവും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യുക. അങ്ങനെ ഡ്രൈ ചെയ്തിട്ട് മാത്രം അടുത്ത ഡയപ്പർ ചേഞ്ച് ചെയ്യുക. എല്ലാ നേരവും കുട്ടിയുടെ പൂപ്പോ അല്ലെങ്കിൽ പിയോ ക്ലീൻ ചെയ്യുമ്പോൾ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കുന്നത് ഡയപ്പർ ഏരിയയിലെ pH ബാലൻസ് നഷ്ടപ്പെടുകയും അതുവഴി കൂടുതൽ ഡയപ്പർ റാഷ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഡെയിലി 1 2 അല്ലെങ്കിൽ മാക്സിമം 3 പ്രാവശ്യമൊക്കെ സോപ്പ് ഉപയോഗിച്ചാൽ മതിയാകും. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ എപ്പോഴും പൂപ്പ് ചെയ്യുമല്ലോ. അങ്ങനെ ഓൾ ടൈം പൂപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ സോപ്പ് ഉപയോഗിച്ച് കഴുകരുത്. വേണമെങ്കിൽ ഒരു വൈപ്സ് ഉപയോഗിക്കാം. വൈപ്സ് ഉപയോഗിക്കണമെന്ന് അത്യാവശ്യമില്ല കേട്ടോ. മാക്സിമം പഞ്ഞി മുക്കി തുടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കുട്ടിക്ക് നിങ്ങൾ ഡയപ്പർ റാഷ് കാണുവാണെങ്കിൽ ഒരു നല്ല ഡയപ്പർ റാഷ് ക്രീം സെലക്ട് ചെയ്യുക, എന്നിട്ട് കുട്ടിക്ക് ഉപയോഗിക്കുക. ഇപ്പോൾ ഡയപ്പർ റാഷ് ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഡയപ്പർ റാഷ് ക്രീംസ് ഉപയോഗിക്കാവുന്നതാണ്. ഡയപ്പർ റാഷ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഞാൻ വാവയ്ക്ക് ഉപയോഗിക്കുന്നത് സുഡോ ക്രീമാണ്. ഞാൻ അതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സുഡോ ക്രീം എന്ന് പറഞ്ഞാൽ വളരെ തിൻ ലെയറും മതിയാവും കുട്ടിക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. മാത്രമല്ല ഡയപ്പർ റാഷ് പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യും. അതുപോലെ ഡയപ്പർ റാഷ് വരാതിരിക്കാനും ഈ സുഡോ ക്രീം വളരെ നല്ലതാണ്. പിന്നെ ഈ ക്രീമിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങനെ തീരില്ല. നമുക്ക് ആവശ്യം ഒരു തിൻ ലെയർ മതിയാകും. ഇത് മാസങ്ങളോളം അങ്ങനെ തന്നെ ഇരിക്കും, പെട്ടെന്ന് തീർന്നു പോവില്ല. അപ്പോൾ എന്താണെങ്കിലും ഓരോ ഡയപ്പർ ചേഞ്ചിനും ഡയപ്പർ ഏരിയ ഡ്രൈ ആക്കിയതിന് ശേഷം ഒരു നല്ല ഡയപ്പർ റാഷ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ ഒരു 1-2 നല്ല ഡയപ്പർ റാഷ് ക്രീംസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഡയപ്പർ റാഷ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് കുട്ടിക്ക് ന്യൂ ടൈം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഡയപ്പർ റാഷിനുള്ളപ്പോൾ അതിൻ്റെ പുറത്തേക്ക് വീണ്ടും ഡയപ്പർ ഇട്ട് കൊടുക്കാതിരിക്കാവും ഏറ്റവും നല്ലത്. കുറച്ച് കഷ്ടപ്പെട്ടാലും കുറച്ച് അധിക സമയം കുട്ടിക്ക് ന്യൂ ടൈം കൊടുക്കുക. എന്നിട്ട് കുട്ടിക്ക് ഏതെങ്കിലും നല്ല ഡയപ്പർ റാഷ് ക്രീംസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേഗം ആ ഡയപ്പർ റാഷസ് ഒക്കെ മാഞ്ഞു പോയിക്കോളും. ഇനി ഈ ഡയപ്പർ റാഷസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിലോ അതുപോലെ ഡയപ്പർ റാഷസ് നിന്ന് പസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിലോ അതുപോലെ കുട്ടിക്ക് എന്തെങ്കിലും ഫീവർ ഒക്കെ കാണുന്നുണ്ടെങ്കിലോ പെട്ടെന്ന് തന്നെ പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് ഡയപ്പേഴ്സ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും എല്ലാ ഡയപ്പേഴ്സും യോജിക്കില്ല. അപ്പോൾ കുട്ടിക്ക് ചേരുന്ന ടൈപ്പിലുള്ള ഡയപ്പേഴ്സ് വേണം ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ചെറിയ പാക്കറ്റ്സ് ഒക്കെ വാങ്ങി കുട്ടിക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ പാക്കറ്റ് വാങ്ങി ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വലിയ പാക്കറ്റ് വാങ്ങി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ക്ലോത്ത് ഡയപ്പർ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചാർക്കോൾ ഇൻസേർട്ട് സെൻസിറ്റീവ് സ്കിന്നുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ റാഷസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഓർഗാനിക് കോട്ടൺ ഇൻസേർട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഏതാണോ നമ്മുടെ കുട്ടിക്ക് ചേരുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടിയുടെ ഡയപ്പറും ക്ലോത്ത്സും എല്ലാം ഒരു മൈൽഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ഇടയ്ക്ക് ചൂടുവെള്ളത്തിൽ കഴുകുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയുമാണ് ഡയപ്പർ റാഷിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഡയപ്പർ റാഷൊക്കെ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വരാതെ നോക്കുന്നതാണല്ലോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഈ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സൊക്കെ പ്രത്യേകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.